Hey, are you from India? I am from India. Oh, okay. So, മലയാളിയാണോ? മലയാളിയാണ്. സോ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് കുഴപ്പമുണ്ട്? കുഴപ്പമില്ല, ഇരിക്കും. ഓക്കെ. സോ ഞാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാനിവിടെ യൂണിവേഴ്സിറ്റീൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ ഓക്കെ. സോ താങ്ക് യു ഫോർ ഗെറ്റിംഗ് മീ ടേക്ക് യുവർ ഇൻ്റർവ്യൂ. പേരെന്തായിരുന്നു? അപ്പോൾ എൻ്റെ പേര് വാസുദേവൻ. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു, പാലക്കാട്. ഞാൻ തൃശ്ശൂർ താമസിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് താമസിച്ചിട്ടുണ്ട്, പക്ഷേ പൊതുവെ വീട് പാലക്കാടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു കൊല്ലവും 2.5 മാസം വന്നു. ഞാനിവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രിയിൽ, കെമിസ്ട്രി ആൻഡ് ബയോകെമിസ്ട്രിയിൽ. ഞാൻ ആദ്യം ഇവിടെ വന്ന് 2 കൊല്ലം മുന്നേ ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് വന്നായിരുന്നു. അപ്പോൾ മൈറ്റാക്സ് ഗ്ലോബൽ ലിങ്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെ തന്നെ PhD തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എടുക്കാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ മൈറ്റാക്സ് ഗ്ലോബൽ ലിങ്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ ഗവൺമെൻറ്റും പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പായിട്ട് നടത്തുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അത് ഗ്ലോബൽ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ ഏത് വിഷയത്തിനും, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അല്ല, ഇനിയിപ്പോൾ ആർട്സ്, എഞ്ചിനീയറിങ്, എക്കണോമിക്സ് വരെ ഉണ്ട്. ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വരാം. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പിന് ഫുള്ളി ഫണ്ടഡ് ആണ്. അത്യാവശ്യം നല്ല പൈസ കിട്ടും. അപ്പോൾ എല്ലാം കവേർഡാണ്. അപ്പോൾ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ 2 കൊല്ലം വരെ ഇത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. ഇപ്പോൾ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബറിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആവും. അത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വന്ന് PhD ചെയ്യാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് പ്രൊഫസറിനെ ഓൾറെഡി അറിയാം, ഇവിടുത്തെ സ്ഥലം ഓൾറെഡി അറിയാം. ഈവൺ നമുക്ക് പ്രൊഫസറിനെ പറ്റി അറിയാൻ ചെയ്യാൻ പറ്റും, റിസർച്ച് അവരെന്താ ചെയ്യുന്നത്. അതെ അതെ. ഓൾസോ പ്രൊഫസറിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമ്മൾ ഓൾറെഡി ചെയ്ത റിസർച്ച് ആയിരുന്നു. അതെ, നമ്മളെടുക്കുന്നതാണ് അവർക്കും ലാഭം. കാരണം നമുക്ക് ഓൾറെഡി വർക്ക് കുറച്ച് അറിയാം, പിന്നെ നമുക്ക് പ്രൊഫസറെ കുറിച്ച് അറിയാം, ഗ്രൂപ്പിനെ പറ്റി കുറച്ചറിയാം. അപ്പോൾ അവർക്കും ലാഭമാണ്, നമുക്കും ലാഭമാണ്. ഇത് ഇൻ്റർവ്യൂ എടുക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ എനിക്ക് മൈറ്റാക്സിൻ്റെ ഇമെയിൽ വന്നു. മൈറ്റാക്സ് ഇൻറ്റേൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടെ വന്നിട്ട് PhDയോ മാസ്റ്റേഴ്സോ ചെയ്യുവാണെങ്കിൽ അവരുടെ തന്നെ മെൻറ്റർഷിപ്പ് റോൾസ് കിട്ടും. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ അവരെ സഹായിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു റോളാണ്. അപ്പോൾ പൈസ കിട്ടും. പാർട്ട് ടൈം ജോലി പോലെയാണ്, സമ്മർ ജോബാണ്. അപ്പോൾ അതിന് സെലക്ട് ആയതിൻ്റെ ഇപ്പോഴും മെയിൽ കറക്റ്റ് സമയത്ത് മൈറ്റാക്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മൈറ്റാക്സ് എന്ന് വെച്ചാൽ അങ്ങനെയും കൂടെ ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ മെൻറ്റർഷിപ്പ് ജോലിക്ക് ചെയ്യാം. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റഗ്രേറ്റഡ് MSc ചെയ്തത്. അപ്പോൾ ഞാൻ BScയും MScയും ഇൻ്റഗ്രേറ്റഡ് MSc ആയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ചെയ്തത്. അപ്പോൾ കെമിസ്ട്രി തന്നെ. ഓക്കെ, നൈസ്. നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്തായിരുന്നു? കെമിസ്ട്രിയിലാണ്, പക്ഷേ റിസർച്ച് ഏരിയ പറഞ്ഞില്ല. കെമിസ്ട്രി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. PhDയുടെ കാര്യം വരുമ്പോൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജി എന്നുള്ളൊരു വിഭജനം കുറേ അങ്ങ് മാഞ്ഞു പോകും. ഇന്റർഡിസിപ്ലിനറി ആണ്. അപ്പോൾ എൻ്റെ റിസർച്ച്, എൻ്റെ ഡിഗ്രി കെമിസ്ട്രിയിലാണെങ്കിലും എൻ്റെ റിസർച്ച് ഞാൻ കെമിസ്ട്രിയിലാണെന്ന് പൊതുവെ ആൾക്കാരോട് പറയാറില്ല. കാരണം മെറ്റബോളോമിക്സ് എന്നാണ് എൻ്റെ വിഷയത്തിൻ്റെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ചെറിയ റിയാക്ഷൻസ് മൂലം ഉണ്ടാകുന്ന മോളിക്യൂൾസിനാണ് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളൈറ്റ്സിനെ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ അത് കെമിക്കൽസ് ആയതിനെ കൊണ്ട്, എൻ്റെ ഡിഗ്രി കെമിസ്ട്രി ആയതിനെ കൊണ്ട് ഞാനത് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ കുറേ ബയോളജി ഉണ്ട്, കുറേ കെമിസ്ട്രി ഉണ്ട്, കുറേ ന്യൂട്രീഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ LC-MS എന്ന് പറഞ്ഞൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ആൾക്കാരുടെ രക്തം, ആൾക്കാരുടെ മൂത്രം, മലം ഒക്കെ അതിൽ ഈ മോളിക്യൂൾസിനെ പറ്റി പഠനം ചെയ്യാണ് എൻ്റെ PhD. സോ ഇവിടെ ബയോമെറ്റീരിയൽസ് ലൈക്ക് ഹ്യൂമൻ മെറ്റീരിയൽസ് ഒക്കെ. അതെ അതെ. അതിനൊരു ലീഗൽ ഇതുണ്ടാവില്ലേ? അതിന് പ്രോട്ടോകോൾസ് ഉണ്ട്, വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്യുന്നത് എൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ടല്ല. അതിന് വ്യക്തമായിട്ട് വാങ്ങണം. അതിന് വാങ്ങുവാണെങ്കിൽ അത് സ്പെസിഫിക് കോൺട്രാക്ട് സൈൻ ചെയ്യണം. അത് വർക്ക് ചെയ്യണമെങ്കിൽ ബയോസേഫ്റ്റി ക്യാബിനറ്റിൽ വർക്ക് ചെയ്യണം. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ബയോസേഫ്റ്റി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. അത് ഈ ബയോഫ്ലൂയിഡ്സ് ഉള്ള ലാബാണെന്നുണ്ടെങ്കിൽ ബയോസേഫ്റ്റി ലെവൽ 2 സേഫ്റ്റി ലെവൽ കംപ്ലീറ്റഡ് ലാബായിരിക്കണം. അതിൻ്റെ അർത്ഥം ഇന്ന സ്ഥലത്ത് എന്നത് വേണം, ഇവിടെ എന്നത് വേണം. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസാണ് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ കണ്ടാമിനേഷൻ റിസ്ക് ഭയങ്കര കൂടുതലാണ്, നമുക്ക് അസുഖം വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. ഞാൻ ഇന്ന് യൂറിൻ സാമ്പിൾസിൽ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ വൺ മോർ ക്വസ്റ്റ്യൻ, ലൈക്ക് എന്തുകൊണ്ടാണ് ഇവിടെ PhD ചൂസ് ചെയ്യാൻ കാരണം?
നമ്മൾ ഈ മാസ്റ്റേഴ്സും BSc ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ എപ്പോഴും ഇന്റേൺഷിപ്പിന്റെ നെട്ടോട്ടത്തിലായിരിക്കും. അപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത് ഇങ്ങനത്തെ ഇന്റേൺഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ചെയ്യാലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം 3 മാസം അബ്രോഡ് നിൽക്കുക, അന്ന് എനിക്ക് 10-20 വയസ്സായിരുന്നു. പുറത്ത് 3 മാസം താമസിക്കുക, ഫുള്ളി ഫണ്ടഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു 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 ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു കുറേ ഗുണങ്ങൾ മനസ്സിലാവുക. പ്രത്യേകിച്ച് വർക്ക് റിലേറ്റഡ് ആകുമ്പോൾ ഇവിടെ PhDയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഒരു PhD സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രാവിലെ 9 മണിക്ക് വരുന്നു, രാവിലെ 8 മണിക്ക് വരുന്നു, രാത്രി 12 മണി വരെ റിയാക്ഷൻസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, വൈകുന്നേരം ഒരു ചായ മാത്രം കുടിക്കും, രാത്രി 8 മണിക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കും, തിരിച്ച് ലാബിലേക്ക് വരും, ലാബിൽ തന്നെ ഒരു കിടക്കയിട്ട് കിടന്നുറങ്ങും. പക്ഷേ ഇവിടെ വർക്ക് കൾച്ചർ കുറച്ചും കൂടിയും മോഡറേറ്റഡ് ആണ്. അപ്പോൾ പൊതുവേ രാവിലെ 9 to 5 തന്നെയാണ് എൻ്റെ വർക്ക്. അപ്പോൾ പലപ്പോഴും പറ്റണം എന്നില്ല, ചില ദിവസങ്ങളിൽ 9 to 5 അല്ലാതെയും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പക്ഷേ 9 to 5 അധികം വർക്ക് ചെയ്യാത്തതിന് ആരും ഇവിടെ കുറ്റം പറയില്ല. അപ്പോൾ വർക്ക് കൾച്ചർ കുറേ കൂടിയും കൺട്രോൾഡ് മോഡറേറ്റഡും ആണ്. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കുറവാണ്. അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ട്രെസ്സ് കുറവായിരിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും, ഉറങ്ങുന്നത് കൂടുതലായിരിക്കും, പൊതുവെ നമ്മുടെ എഫിഷ്യൻസി കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. സത്യം പറയാലോ, ഇവിടെ റിസോഴ്സസ് കൂടുതലായിരിക്കും, വലിയ വലിയ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും, കൂടുതൽ കെമിക്കൽസ് ഉണ്ടാവും, വലിയ പ്രൊഫസർമാരുണ്ടാവും എന്നുള്ളതൊന്നല്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. വർക്ക് കൾച്ചർ തന്നെയാണ്. അത് ലോകത്തെ എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ അല്ല. പ്രത്യേകിച്ച് അമേരിക്കയിലോ ഒന്നും ഞാനിങ്ങനെ കേൾക്കാറില്ല. പ്രത്യേകിച്ച് യൂറോപ്പിലോ കാനഡയിലോ മാത്രമേ ഇത് പൊതുവേ കണ്ടുവരാറുള്ളൂ. പക്ഷേ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ കൂടുതൽ സഹായിക്കും. നമ്മളെ പൊതുവായ ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പറ്റിയും പൊതുവെ മൂഡും ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഭയങ്കര സഹായിക്കുന്ന ഒരു കാര്യമാണ് വർക്ക് കൾച്ചർ ബാലൻസ്. സോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ വർക്ക് കൾച്ചർ കുറച്ച് ടഫാണ്, ലൈക്ക് ഒരുപാട് വർക്ക് ചെയ്യണം കുറച്ച് സമയം കൊണ്ട്. ഓൺ എ ലോങ് റൺ അത് ആക്ച്വലി പ്രോഫിറ്റബിൾ അല്ലേ, ലൈക്ക് ബെനിഫിഷ്യൽ അല്ല. കാരണം നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുമല്ലേ ചെയ്യുന്നത്. അത് ഒരു പൊതുവായ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് കാണാം, ഈ ശനി ഞായറും വർക്ക് ചെയ്യാത്തതിന് പ്രൊഫസർമാർ നമ്മളെ ചീത്ത പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല. പക്ഷേ ഇത് കോളേജുകളിലും PhDകളിലും മാത്രമല്ല, ജോലി സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ടാകുന്ന പൊതുവേ തെറ്റിദ്ധാരണയാണ്. കൂടുതൽ അളവ് പഠിക്കുന്നത്, കൂടുതൽ ക്വാളിറ്റി ഈസ് നെവർ ഈക്വൽ ടു ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ രാവിലെ 9 മണി മുതൽ 5 മണി വരെ വളരെ വൃത്തിക്കിരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് രാത്രി 8 മണിക്കൂർ ഉറക്കം കിട്ടി പഠിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് പോലെയല്ല. രാത്രി ഒട്ടും ഉറങ്ങാതെ രാത്രി മുഴുവൻ ജോലി ചെയ്ത് രാത്രി ഉറങ്ങുകയും ചെയ്യാണ്ട് രാവിലെ ഒന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒരു 20 മടങ്ങ് കൂടുക ചെയ്യുക. അപ്പോൾ എനിക്കത് പേഴ്സണലി അറിയാവുന്ന, ഞാൻ ഈ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ വരെ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ വ്യത്യാസം കണ്ടറിയാം. നമ്മളിവിടെ നിന്ന് 2 മണിക്കൂറിൽ ചെയ്യുന്ന പണി ഇന്ത്യയിൽ 2 മണിക്കൂർ ചെയ്യുന്നതിന് പണീനെക്കാട്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രൊഡക്ടിവിറ്റി ശക്തമായിട്ട് കൂടുക ചെയ്യുക. അത് ബാക്കി കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ സമയം ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ ജിമ്മിൽ പോകുന്നതിനെ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കൂട്ടുകാരായിട്ട് ഇടപഴകാൻ സമയം ഉണ്ടാവും. വീക്കെൻഡ്സ് പുറത്ത് പോയി പാർക്കിലൂടെ നിന്ന് നടന്ന് പക്ഷികളെയും കിളികളെയും കാണാൻ സമയം ഉണ്ടാവും, പുല്ലിലിരിക്കാൻ സമയം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ പൊതുവായ മെൻ്റൽ ഹെൽത്തിനെയും പൊതുവെ ഫിസിക്കൽ ഹെൽത്തിനെയും ഭയങ്കര ബാധിക്കും. അപ്പോൾ അത് നമ്മുടെ ജോലി പ്രൊഡക്ടിവിറ്റിനെ കൂടുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു കാരണവശാലും ജോലിയുടെ അളവ് കുറയുന്നതിനെ കൊണ്ട് ഇതാവുന്നില്ല. ഇനി PhDക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ PhD ചൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി താങ്കൾക്ക് എന്താ പറയുന്നു? PhD എല്ലാവർക്കും ഉള്ളതല്ല. ഓബ്വിയസ്ലി PhD ചെയ്യാൻ താല്പര്യവും PhD ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രമേ PhD ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് എന്ന് പറയുന്ന പോലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ PhD എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത് PhD ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലെവലിൽ നിങ്ങൾ പല ജോലികൾക്കും ഓവർ ക്വാളിഫൈഡ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ഇഷ്ടമാണോ എന്നെങ്കിൽ മാത്രമേ PhD തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ റിസർച്ച് ഒട്ടും ഇഷ്ടമല്ലാതെ PhD എന്ന ഡിഗ്രിക്ക് മാത്രം വേണ്ടി അല്ലെങ്കിൽ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് മാത്രം വേണമെങ്കിൽ അതിന് നിങ്ങൾ 5 കൊല്ലം ചിലവാക്കി 5-ലധികം കൊല്ലം ചിലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല ലോകത്തിൽ. അപ്പോൾ അതിനും നിങ്ങൾ PhD ചൂസ് ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ട 100 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഫസർമാരുടെ ഇടയിൽ ഏതോ പ്രൊഫസർമാരുടെ ഇടയിൽ ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഫീൽഡാണോ? ഇനിയിപ്പോൾ ജോലിയല്ല PhD കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ക് ആണെങ്കിൽ അതിന് സാധ്യതയുണ്ടോ? ഇത് നിങ്ങൾ 5-5.5 കൊല്ലം ചിലവാക്കുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ് ഒരു കാര്യത്തിന്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് 5 കൊല്ലം ചിലവാക്കിയിട്ട് പിന്നെ PhDക്ക് 5 കൊല്ലം ചിലവാക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ട്രജക്ടറിനെ ആകെ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് ഷുവർ, ഉറപ്പില്ല PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരിക്കലും ചാടിക്കറി ചെയ്യേണ്ട. സമയമുണ്ട്, ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. താങ്കൾക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചു, ലോകത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയും, ഇപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. സോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ലോകത്തിനോട് പറയാനുള്ളത് പലപ്പോഴും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു PhD സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ എന്നെ സ്വയം ഒരു ശാസ്ത്രജ്ഞനായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് പറയാവുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇന്നത് ചെയ്യണോ, എന്നത് ചെയ്യേണ്ടയോ, നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ അൺസർട്ടനിറ്റിയിലൊക്കെ പലപ്പോഴും ഉത്തരം ശാസ്ത്രത്തിൽ വേണം കണ്ടെത്താൻ. അപ്പോൾ അത് ഇന്ത്യയിൽ എൻ്റെ പൊതുവെ, പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവെ കുറവാണ്. നമ്മൾ ചെറുപ്പം മുതലേ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ജലദോഷം വരുമ്പോൾ ഐസ്ക്രീം കഴിക്കരുത്. പക്ഷെ എപ്പോഴും ചിന്തിച്ച് നോക്കണം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ ഉള്ളതാണോ? ജലദോഷവും ഐസ്ക്രീം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയും പുതിയ കാറ് വാങ്ങുകയാണ്, അത് വെള്ളിയാഴ്ച വാങ്ങരുത്, ചൊവ്വാഴ്ച വാങ്ങണം, വെള്ളിയാഴ്ച വാങ്ങാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ ഉള്ളതാണോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പൊതുവേ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് പൊതുവേ കുറവാണ് പല കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ പുതിയ വീട് പണിയുമ്പോൾ വാസ്തു നോക്കിയിട്ട് വേണം പണിയാൻ. അത് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് മലയാളികളോടും ഇന്ത്യക്കാരോടും എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ അത്യാവശ്യം ഒരു കാര്യമാണ്. പക്ഷേ വാസ്തുവിന് പലരും പറയുന്നത് വാസ്തുശാസ്ത്രം എന്നോ, അപ്പോൾ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയുക? ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു ബൈബിള് പോലെയോ അല്ലെങ്കിൽ ഖുറാൻ പോലെയോ ഒരു കൃത്യമായ പുസ്തകം, അതിന് പുറത്തുള്ളതൊന്നും ശാസ്ത്രമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്കണോമിക്സ് ഒരു ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു വിഭജനമൊന്നുമില്ല. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് ശാസ്ത്രീയമാണോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ പലപ്പോഴും റിപ്പീറ്റബിലിറ്റിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനം. അപ്പം നിങ്ങളൊരു വാസ്തുശാസ്ത്രജ്ഞന് നിങ്ങൾ ഒരു വാസ്തുവിൻ്റെ പുസ്തകം ഒരു സ്ഥലം എടുത്തു കൊടുത്തിട്ട് പറയൂ, ഇതിൻ്റെ വാസ്തു കണ്ടുപിടിക്കാൻ പറയൂ. എന്നിട്ട് ഇത് വേറെ ആളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ തന്നെയാണോ പറയുന്നത് നോക്കൂ, മിക്കവാറും ആവണമെന്നില്ല. അപ്പോൾ ഈ റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾസ് സ്റ്റഡി എന്നുള്ളതൊന്നും വാസ്തുശാസ്ത്രത്തിൽ പലപ്പോഴും വിജയിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ ഒരു കാര്യം ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് പറയാൻ ശാസ്ത്രത്തിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്, കൃത്യമായ ഗാർഡ് റെയിൽസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസീബോസ് ഉണ്ടാവും പല പഠനങ്ങളിലും, അല്ലെങ്കിൽ കൺട്രോൾസ് ഉണ്ടാവും പല പഠനങ്ങളിലും, ബേസ് ലൈൻ കറക്റ്റ് ചെയ്യാനുള്ള പരിപാടികളുണ്ടാവും. അപ്പോൾ പല ശാസ്ത്രീയ പഠനങ്ങളിലും അതുണ്ടാവില്ല, പക്ഷെ അങ്ങനത്തെ പഠനങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയം എന്ന് പറയാം. അപ്പോൾ ശാസ്ത്രമല്ല എന്ന് പറയാൻ ഞാനറിയില്ല, പക്ഷേ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് ശാസ്ത്രീയത കുറവാണ് വാസ്തുശാസ്ത്രത്തിന്, അത് ഞാൻ പറയാം. നമ്മൾ ഓൾറെഡി സയൻസ് പഠിച്ചതുകൊണ്ട് ഈ വാസ്തുശാസ്ത്രം കൂടുതലായും സയൻറ്റിഫിക്കലി പ്രൂവബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക്കലി അതിൻ്റെ ബ്ലൈൻഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്നാണ്. അതെ, അതിപ്പോൾ ലോകത്തിലെല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് വ്യക്തമായി അറിയാം ആയുർവേദത്തിലെ പല കാര്യങ്ങളും പിന്നെ ശാസ്ത്രീയമായിട്ട് ഇതേമാതിരി ഈ മേൽ പറഞ്ഞ മാതിരി അപ്ഡേറ്റഡ് ആയിട്ട് ശരിക്കുള്ള ഡ്രഗ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് എല്ലാ കാര്യത്തിനും ബാധക. ഇപ്പോൾ ഹോമിയോ മരുന്ന് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ ആയുർവേദം പ്രത്യേകിച്ച് ചെയ്ത് കാണാറുള്ളതാണ്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി നമ്മൾ അതിൻ്റെ പഠനം നടത്തി ഈ പറഞ്ഞ മാതിരി ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾ സ്റ്റഡീസ് ആയുർവേദത്തിൽ നടത്തി ഇല്ലാത്ത കാര്യങ്ങളുള്ള കാര്യങ്ങൾ മാറ്റാവുന്നതേ ഉള്ളൂ. വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ എന്തോരം കാര്യങ്ങൾ ഇല്ലാതെ പോകും എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ആയുർവേദം പോലെയല്ല. വാസ്തുശാസ്ത്രത്തിൽ 90% കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മാഞ്ഞു പോകും. ഒരു 5% സാധനങ്ങളെ ബാക്കിയുള്ളൂ. ഓക്കെ, അത് ഓഡിയൻസ് പറയട്ടെ. മലയാളികളോടായിട്ട് പ്രത്യേകിച്ച് എപ്പോഴും പറയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാരിൽ മലയാളികൾക്കാണ് കൂടുതൽ പൊതുവെ വിഭജനം കുറവും, പിന്നെ പൊതുവെ സ്നേഹം കൂടുതലും, പൊതുവെ ശാസ്ത്രീയത കൂടുതലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മലയാളികൾക്കാണ്. അത് ചിലപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കാം, സത്യം പറയുള്ളൂ. ഞാൻ എൻ്റെ സ്വയം അഭിപ്രായം പലപ്പോഴും സത്യമാണെന്നില്ല. നമ്മൾ ലോകം കാണുന്ന കണ്ണിലൂടെ ആയിരിക്കില്ല ബാക്കിയെല്ലാവരും കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു നമ്മുടെ വളർന്ന രീതികൾ നമ്മൾ അങ്ങനെയാണ്. എനിക്കിവിടെ ഉണ്ടാകുന്ന കുറേ അന്യ സംസ്ഥാന കൂട്ടുകാരൊക്കെ ചിന്തിക്കുന്ന രീതികളല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഗീയത വിഭജനമോ അല്ലെങ്കിൽ നമുക്ക് ഒരു മതപരമായ വിഭജനമോ നമ്മളൊന്നും ചിന്തിക്കാറേ ഇല്ല പലപ്പോഴും. നമ്മൾ ഇന്നൊരാൾ ഇന്ന മതത്തിൽ നിന്നാണ്, ഇന്നൊരാൾ ഇന്ന വിശ്വാസം ചിന്തിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ വിചാരിക്കാറില്ല.
അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് കൂടുതൽ മറുനാട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ മലയാളികൾക്ക് ഈ ഫോറിൻ കൾച്ചേഴ്സിനോടുകൂടി ഇടപഴകാൻ ഫ്രിക്ഷൻ കുറവായിരിക്കും പലപ്പോഴും. എൻ്റെ അഭിപ്രായത്തിൽ പല നോർത്ത് ഇന്ത്യൻ കൾച്ചേഴ്സിലും നോർത്ത് ഇന്ത്യക്കാരെ ഞാൻ ആയി പറയുന്നതല്ല, അല്ല സൗത്ത് ഇന്ത്യൻസിൽ തന്നെ അങ്ങനത്തെ കുട്ടിവരുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിഭജിച്ച് ജീവിക്കുന്ന, അവരിൽ തന്നെ കൂടുതൽ ആയി ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മറുനാട്ടിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. അപ്പോൾ കീപ് ഇറ്റ് അപ്പ് മലയാളികൾ. നിങ്ങളിപ്പോൾ പറഞ്ഞു മലയാളികൾക്ക് മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ ഫ്രിക്ഷൻസ് കുറവായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇവിടെ എന്തെങ്കിലും വലിയൊരു പൊസിഷൻസ് ഇവിടെ തന്നിട്ടുണ്ടോ? ഞാൻ ഇവിടെ 1-2 പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഡയറക്ടറാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ്, ഇവിടുത്തെ ടീച്ചിങ് അസിസ്റ്റൻസ് റിസർച്ച് അസോസിയേറ്റ് യൂണിയനിൻ്റെ ഫൈനാൻഷ്യൽ ഓവർസൈറ്റ് കമ്മിറ്റിയുടെ ചെയറാണ്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് റിപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് ഞാൻ രാജിവെച്ചു. എന്നിട്ടാണ് ഞാൻ ഈ ഡയറക്ടർ പൊസിഷൻ GSAയിൽ ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ലീഡർഷിപ്പ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ യൂസ്ഫുൾ ആയ കാര്യമാണ്. ഓൾസോ ഫോർ ദ PR അതെ, അത് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ എന്ത് ജോലിക്ക് അപ്ലൈ ആണെങ്കിലും ഇനി പല വെറുതെ ഒരു പോസ്റ്റ് ഡോക്കിന് അപ്ലൈ ആണെങ്കിൽ കൂടിയും നമുക്ക് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ചെറിയ രീതിയിലുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ്. ഓൾസോ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ അത് തീർച്ചയായിട്ടും. നമ്മൾ കൂടുതൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത 1-2 കൂട്ടുകാർക്ക് എനിക്ക് ഈ ആദ്യം കൊളീഗ്സ് ആയിരുന്നു, പക്ഷെ പിന്നെ അടുത്ത ഇടപഴകി അങ്ങനെ കൂട്ടുകാരായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകാനുള്ള അവസരമാണ്. പിന്നെ കൂടുതൽ പഠിക്കാനും ഇപ്പോൾ ഇതിലൂടെ ഞാൻ പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ് കുറേ പഠിച്ചു, ഫൈനാൻഷ്യൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് പുറമേയായിട്ട് പഠിക്കാൻ വലിയൊരു അവസരം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയാം? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറയുമ്പോൾ ഞാൻ 20 കൊല്ലം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ BSc MSc വരെ ഞാൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവരെ ഊറ്റിയൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് തന്നെ തോന്നും പലപ്പോഴും നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ. ഏറ്റവും വലിയ കാര്യം വർക്ക് കൾച്ചർ തന്നെയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇപ്പോഴും സ്കൂളിലെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ശനി ഞായറും ഹോംവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ PT പീരീഡ് മാത്സ് ടീച്ചർ ഒന്ന് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ PT പീരീഡ് അല്ലേ അത് സാരമില്ല എന്ന് പറയുക, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് പീരീഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പീരീഡിൽ വേറെ ടീച്ചർമാരുന്ന ക്ലാസ് എടുക്കുക. പൊതുവേ വർക്ക് കൾച്ചർ സ്കൂൾ കാലം മുതലേ ഭയങ്കര ഇൻറ്റൻസ് ആണ്. അതിൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കാര്യം ആവണമെന്നില്ല പലപ്പോഴും. അപ്പോൾ പഴയ ചൊല്ലു പോലെ ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാക്ക് എ ഡൾ ബോയ് തന്നെയാണ്. അത് സ്കൂളിലും കോളേജുകളിലും ഈവൻ ജോലി സ്ഥലങ്ങളിലും ഭയങ്കര വ്യക്തമായി കാണാവുന്നൊരു കാര്യമാണ്. ആൾക്കാർ രാത്രി 11 വരെ ജോലി ചെയ്യുന്നു, ശനി ഞായറും ജോലി ചെയ്യുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പൊതുവേ ആൾക്കാരുടെ സമയത്തിനോടുള്ള റെസ്പെക്റ്റ് കൂട്ടണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് നമുക്ക്. സോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? പൊതുവേ കോർപ്പറേറ്റ്, ഞാനൊരു ശക്തമായ ഒരു ആൻറ്റി കോർപ്പറേറ്റ് ചിന്തിക്കുന്നൊരു ഒരു മനുഷ്യനാണ്. ഇവിടെയൊക്കെ പലപ്പോഴും നമുക്ക് കാണാം റിസർച്ച് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റിസർച്ച് ഒരു കോർപ്പറേറ്റ് ഫണ്ടഡ് റിസർച്ചാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ബിഗ് ഫാർമ കമ്പനി പൈസ തരുന്നതിനെ കൊണ്ട് ആണ് പ്രധാനമായിട്ട് എൻ്റെ റിസർച്ച് നടക്കുന്നത്. ഇവിടെ എൻ്റെ പ്രൊഫസർ രാവിലെയും രാത്രിയും ഇരുന്ന് ഗ്രാൻഡ് എഴുതുന്നത് കാണാം. ഈ ഗ്രാൻഡ് എഴുതുന്നതും പലപ്പോഴും കോർപ്പറേറ്റ് ഫണ്ടഡ് ഗ്രാൻഡുകളായിരിക്കും. ഇന്ത്യയിൽ പലപ്പോഴും നമുക്ക് കാണാവുന്നത് കുറേയും കൂടിയും ഗവൺമെൻറ് ഫണ്ടഡ് റിസർച്ചാണ്. അതിലൂടെ നമുക്ക് മനുഷ്യന്മാരുടെ നന്മയ്ക്കായിട്ടുള്ള റിസർച്ച് എൻ്റെ അഭിപ്രായത്തിൽ അതിൽ നിന്നാണ് കൂടുതൽ ഉത്ഭവിച്ചു വരിക. കാരണം ഈ കോർപ്പറേറ്റ് റിസർച്ചുകളിൽ പലപ്പോഴും നമുക്ക് കാണാം ഈ പ്രോഫിറ്റാണ് അവരുടെ പ്രധാന എയിം. ഇപ്പോൾ ഒരു ഡ്രഗ് കണ്ടുപിടിക്കണം, ആ ഡ്രഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കത് വിൽക്കണം, എന്നിട്ട് അതിന് അവർക്ക് ലാഭം ഉണ്ടാക്കണം. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് റിസർച്ച് ഫീൽഡിലൊക്കെ നമുക്ക് കാണാം പലപ്പോഴും ഗ്രാൻറ്റുകളും ഫണ്ടിങ്ങുകളും ഒക്കെ ഡയറക്റ്റ് ഗവൺമെൻറ്റിൽ നിന്നാവും. അതെപ്പോഴും നല്ല കാര്യമാണെന്നില്ല. ഇന്ത്യയിൽ ഫണ്ടിങ് പൊതുവേ ബുദ്ധിമുട്ടാണ്, കുറവാണ്. ഇവിടെ ഫണ്ടിങ് കൂടുതലാണ്. അതിന് കാരണം കോർപ്പറേറ്റ് ഇടപെടൽ തന്നെയാണ്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നഷ്ടങ്ങളിൽ ഒന്ന് പലപ്പോഴും കുറേ കൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും പലപ്പോഴും റിസർച്ച്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലാത്തൊരു കാര്യം, പൊതുവേ ഭാഷ പഠിക്കുന്നത് ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് 3 ഭാഷ അറിയാം. നമുക്കിപ്പോൾ മലയാളത്തിൽ പൊതുവേ മലയാളികൾക്ക് ഒരു പരിധി വരെ എല്ലാവർക്കും ഇംഗ്ലീഷും മലയാളവും പിന്നെ മൂന്നാമതൊരു ഭാഷയും പലപ്പോഴും അറിയാം. അപ്പോൾ അത് ഇവിടെ പലർക്കും അത് ചിന്തിക്കാൻ തന്നെ പറ്റില്ല, ഇംഗ്ലീഷ് അല്ലാണ്ട് ഒരു ഭാഷ പഠിക്കാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദി വരെ നമുക്ക് ഒരു പരിധി വരെ എല്ലാ മലയാളികൾക്കും ഹിന്ദി അറിയാം. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ലാംഗ്വേജിൻ്റെ പ്രൊമോഷനും വളരെ നല്ലൊരു കാര്യമാണ്.
ഓക്കെ, സോ നിങ്ങളിപ്പോൾ പറഞ്ഞു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എതിരാണ് താങ്കൾ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ AI വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അതിനോടുള്ള അഭിപ്രായം? സോ നിങ്ങൾക്ക് AI വിദഗ്ധയാണോ അതോ AI വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് ജനസമൂഹത്തിന് AI ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണോ അല്ലയോ? പൊതുവെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ 2000-കളിൽ ബാങ്കുകളിൽ കമ്പ്യൂട്ടർ വന്നതിന് സമരം ചെയ്ത ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം. പക്ഷേ അതുകൊണ്ട് ജോലികൾ പോവുകയല്ല, ജോലികൾ ഉണ്ടാവുക ചെയ്തത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും പുതിയ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകത്തിന് നാശനഷ്ടം സംഭവിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 1970-കളിൽ ആദ്യമായിട്ട് വീഡിയോ ക്യാമറ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് ഭയങ്കര സേഫ്റ്റി കൺസേൺസ് ആണ്, കാരണം ആൾക്കാർ പലതും വീഡിയോ പകർത്തും, ഇതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അത് സർവ്വസാധാരണയായി. അപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞത് ഒരേ സമയം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പവർഫുള്ളും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കുറവ് പവർഫുള്ളുമാണ്. ഇതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ ഞാൻ ഒട്ടും സമ്മതിക്കാറില്ല. ഞാൻ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് മാത്രമേ എന്നെ വിശേഷിപ്പിക്കാറുള്ളൂ. കാരണം ഇതിൽ ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷേ ഇൻ്റലിജൻസ് അല്ല. അതൊരു വെറുമൊരു മെഷീനാണ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മളെ നല്ലവണ്ണം സഹായിക്കുകയായിരിക്കും. അപ്പോൾ കുറേ മാനുവൽ ലേബർ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന ഒരു എക്സൽ ഷീറ്റിൽ പല കാര്യങ്ങൾ സോർട്ട് ചെയ്യുന്നതിനെക്കാട്ട് എളുപ്പത്തിൽ ഒരു LLM ഒരു 30 സെക്കൻഡ് കൊണ്ട് ചെയ്തു തരുമായിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ എനിക്ക് നെഞ്ചു വേദനിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് LLMസിനോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊന്ന് ശരി മറ്റേ തെറ്റുമാണ്. അപ്പോൾ പൊതുവെ മനുഷ്യ സമൂഹത്തിന് ടെക്നോളജി റെസ്പോൺസിബിളായി ഉപയോഗിക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഏതൊരു പുതിയ ടെക്നോളജി വന്നാലും ആദ്യം കുറേ കാലം ഒരു ബഫർ പീരീഡ് കാണും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതിൽ റെഗുലേഷൻസ് കൊണ്ടുവരണമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനത്തെ സ്റ്റേജ് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ആൾക്കാർക്ക് മുതലെടുക്കാൻ നല്ലപോലെ അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആൾക്കാർ AI ഒരു റീസണബിൾ രീതിയിലല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ ലോങ് ടേം ആകുമ്പോൾ അത് സെറ്റിൽ ഡൗൺ ആവും തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് നല്ലതും ആവാം ചീത്തയും ആവാം. റിസർച്ചിൽ അനുഭവപ്പെട്ട എക്സ്പീരിയൻസ് റിസർച്ച് ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ റിസർച്ച് പീരീഡിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു മോശം എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ കോങ്കോഡിയ? ഇത് രണ്ട് രീതിയിലും ചിന്തിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മോശം എക്സ്പീരിയൻസിൽ ഒന്ന് ഈ പറഞ്ഞ മാതിരി പൊതുവെ പ്രൊഫസർമാർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും പ്രൊഫസർമാരോട് നമ്മൾ ഒരു അടിമകളെ പോലെ മുമ്പിൽ നിന്ന് അടിയൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം എന്ന് പൊതുവെ ഒരു ചിന്താഗതി ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലാബിലുണ്ടായിരുന്ന PhD സ്കോളേഴ്സിനോടും എൻ്റെ സീനിയേഴ്സിനോടും നമ്മൾ പൊതുവേ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും റിസർച്ചിനെ വളരെ മോശമായിട്ട് ബാധിക്കും. കാരണം നമുക്കവരെ ബഹുമാനമാണ്, പേടിയാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചുകൂടി തുറന്ന് സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം. അവർ നമ്മളോട് ചോദിക്കും ഇനി എന്താ ചെയ്യേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് കുറച്ച് ഇൻവോൾവ് ആയിട്ട് തോന്നും. നമ്മളും ഒരു ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ചറാണ് നമുക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു മോശം കാര്യവും ഇവിടുത്തെ ഒരു നല്ല കാര്യവും അത് തന്നെയാണ്. കുറച്ചുകൂടി കൊളാബറേറ്റീവ് എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ പ്രൊഫസർമാരുണ്ട്, PhD സ്കോളേഴ്സ് ഉണ്ട്, അല്ലാത്തവരുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മോശം കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറ്റ് രീതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഇവിടെ വർക്ക് കൾച്ചറിൽ നമ്മൾ പലപ്പോഴും ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ശനിയാഴ്ച ഞായറാഴ്ചയും എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നിയേക്കാം. ഇന്ത്യയിൽ അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ ഞായറാഴ്ച പ്രൊഫസർമാരെ വിളിക്കും, ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ അടുത്തൊരു കൂട്ടുകാരി പറഞ്ഞു, എൻ്റെ പ്രൊഫസർ എനിക്ക് എന്ത് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല, പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ കണ്ടു വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ ഞാൻ ചിന്തിച്ചു നല്ലതല്ലേ, വൈകുന്നേരം 5 മണിക്ക് ശേഷം മറുപടി കൊടുക്കണ്ട, നല്ല കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചു. പക്ഷേ അത് ഇന്ത്യക്കാർക്ക് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമായി കണക്കാക്കാൻ തന്നെയുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നമല്ല, പക്ഷേ അതൊരു പ്രശ്നമായി കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ശനി ഞായറും മറുപടി കിട്ടില്ല, ഇമെയിൽ വെച്ചാൽ ഒരു രക്ഷയില്ല, മെസ്സേജ് അയച്ച് ഞാൻ നോക്കുക വേണ്ട, മറുപടിയേ ഇല്ല. 95 റെസ്പോണ്ട് ചെയ്യുമായിരിക്കും, വീക്ക് ഡേയ്സ് 95 റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. അതിനുശേഷം ബുദ്ധിമുട്ടാണ്. ലാബ് കത്തിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിളിച്ചെടുക്കുമായിരിക്കും. അല്ലെങ്കിൽ സോ താങ്ക് യു ഫോർ വെൽക്കം having a conversation with me. So നമസ്കാരം. നമസ്കാരം.